അപ്പോൾ കഥ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവൻ്റെ ഫ്രണ്ടിന് കുറേ റിക്വസ്റ്റ് അയച്ചു. അവൻ ഫ്രണ്ട് ആക്കി. അങ്ങനെ റിക്വസ്റ്റ് അയച്ചു കുറേ. പക്ഷെ അവൻ എടുക്കുന്നില്ല. കുറേ അയച്ചു. അങ്ങനെ പിന്നെയും കുറേ ട്രൈ ചെയ്തു. എന്നിട്ട് ഒരു റിക്വസ്റ്റിൽ അവനെടുത്തു. അവൻ നല്ല ചീത്ത പറഞ്ഞുകൊണ്ട് പോയി. പിന്നെ റിക്വസ്റ്റ് അയച്ചിട്ട് പിന്നെ അവനെടുത്തു. എന്നിട്ട് അവൻ കുറേ ചീത്ത എന്നെ പറഞ്ഞുകൊണ്ട് പോയി. എന്തിനാണ് നീ റിക്വസ്റ്റ് അയച്ചത്? നീ നൂബാണ്, നിൻ്റെ കൂടെ കളിക്കാൻ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, പ്ലീസ് ബ്രോ, എന്നെ ഒരു കളിക്ക് ഇറക്കുമോ എന്ന് ഞാൻ കുറേ പറയുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞത്, ഇല്ല, നിന്നെ കളിക്കാൻ കൂട്ടില്ല, നീ നൂബാണ്, നിൻ്റെ കൂടെ കളിച്ചാൽ എൻ്റെ കളിയും പോകും എന്ന്. അപ്പോൾ അവൻ പിന്നെയും ബാക്ക് അടിച്ചു പോയി. ഈ നൂബിനൊപ്പം കളിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി. ഇങ്ങനെ പിന്നെ റിക്വസ്റ്റ് അയച്ചു. അവനെ ബുദ്ധിമുട്ടിച്ചു ഒരു കളിക്ക് വേണ്ടി. അങ്ങനെ പിന്നെയും അവൻ റിക്വസ്റ്റ് എടുത്തു. എന്നിട്ട് അതേപോലെ അവൻ പിന്നെയും പറയാൻ തുടങ്ങി, നീ എന്തിനാണ് വിളിക്കുന്നത്? നിൻ്റെ കൂടെ കളിക്കാൻ ഞാനില്ല, നീ നൂബാണ്, എൻ്റെ റാങ്ക് കുറയും, എനിക്ക് റാങ്ക് പുഷ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെയും കുറേ എന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലീസ് ബ്രോ, എന്നെ കളിക്കാൻ ഇറക്കുമോ? ഒരു കളിക്ക് മതി ബ്രോ, എൻ്റെ കളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, പറ്റൂലെങ്കിൽ വേണ്ട എന്നൊക്കെ കുറേ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ പറ്റില്ല, നീ നൂബാണ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൻ തന്നെ പറയുന്നു, നിൻ്റെ കൂടെ കളിച്ചാൽ എൻ്റെ കാര്യം കട്ട പോകുകയാണ്, അപ്പോൾ നിൻ്റെ കൂടെ കളിക്കാൻ ഞാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു, ബ്രോ റൂമിടാം, നമുക്ക് കളിച്ച് നോക്കാം, ആരാ ജയിക്കുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ റൂമിട്ടു. അവൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റൂമിടാം, ഒറ്റ കളി, ഇതിൽ എന്നെ നീ തോൽപ്പിച്ചാൽ നിന്നെ ഫ്രണ്ടാക്കാം, നിൻ്റെ കൂടെ ഫുൾ കളിക്കാം എന്നൊക്കെ അവൻ വാഗ്ദാനം തന്നു. അങ്ങനെ നമ്മൾ റൂമിട്ടു. ഇങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ഇനി നിങ്ങൾ കഥ കാണുക. അപ്പോൾ അവനതാ ഗ്ലൂ ആൾട്ട് കയറുന്നുണ്ട്. ഞാൻ നല്ല വെടിവെക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ മേത്തോട്ട് കുടുങ്ങുന്നില്ല. അത് നല്ല ഡാമേജ് എനിക്കും തരുന്നുണ്ട്. അവൻ നല്ല ഗ്ലൂവാളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി അവൻ കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നൂബായതുകൊണ്ട് അവൻ ഫസ്റ്റ് കളി കൊണ്ടുപോയി. സെക്കൻഡ് റൗണ്ടും അതേയൊക്കെ പോലെ. അങ്ങനെ ഞാൻ കുറേ അവർക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ബുള്ളറ്റ് പോലും അവൻ്റെ മേത്ത് തട്ടുന്നുണ്ട്. ഒരു 40-50 കയറും. അപ്പം തന്നെ അവൻ ഗ്ലൂ ആൾട്ട് കവർ ചെയ്യും. എനിക്ക് എങ്ങനെയാലും ഈ കളി ജയിക്കണമെന്നുണ്ട്. അതാണ് ഞാൻ തോംസ് എടുത്ത്. എന്നിട്ട് ഞാൻ കയറുന്നുണ്ട് ഇതാ. പക്ഷെ അവൻ ബാക്കിൽ നിന്ന് ഗ്ലൂ ആൾട്ടുണ്ട്. അപ്പം ഞാൻ അവനെ ഷോട്ട് ചെയ്യുന്നുണ്ട്. അവനൊറ്റ ഷോട്ടിൽ എന്നെ M188 നല്ല ഡാമേജ് തരുന്നുണ്ട്. ഞാൻ പിന്നെയും അവനക്ക് നല്ല ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ 1 ടാപ്പിൽ തന്നെ താത്തി. എന്നിട്ട് കഴിഞ്ഞ കളിക്ക് അവന് ഇമോട്ട് കിട്ടു. ഈ കളി ഇട്ടില്ല തോന്നുന്നു. എനിക്ക് നല്ല വിഷമായി. കാരണം അവനെങ്ങനെ കൊണ്ടുപോവുക? ഞാൻ നൂബ്, എന്നൊക്കെ ആർക്ക് വേണം? പിന്നെയും ഡെസേർട്ട് എടുത്തു.
കാരണം ഞാൻ വിചാരിച്ചു നല്ലാണ് വെച്ച് നോക്കാമെന്ന്, ജസ്റ്റ് ഒന്ന് പൊക്കിയോ അല്ലെങ്കിൽ താത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡ്രാഗപ്പ് എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെയും കയറിപ്പോവാ, നല്ല കയറിലുണ്ട്. എന്താ ചെയ്യുന്നേ? അവൻ ഗ്ലൂ ആൾട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അവൻ വൺ ടാപ്പ് അടിക്കാനുള്ള പരിപാടിയിലാന്ന് തോന്നുന്നു. കുറേ ഡാമേജ് ഞാൻ അവനക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൻ അപ്പോൾ തന്നെ ഗ്ലൂ വാൾ കവർ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് കളി നമ്മൾ കൊണ്ടുപോയി. ഇനിയും റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് കളി കൊണ്ടുപോയി. അപ്പോൾ കുറച്ചൊരു മൂഡ് മാറി. ഇവനെ 2 കളി കൊണ്ടുപോയപ്പോൾ ഞാനാകെ പേടിച്ചു, കാരണം 2 കളി കൊണ്ടുപോയില്ല, അപ്പോൾ ഇവനെ കിട്ടും തോന്നില്ലായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഇത് കുറച്ചൊരു അരം കയറിയപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് മണ്ടി കളിക്കുക. എങ്ങനെയും ഒരു വൺ ടാപ്പേലും ഇടണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ മണ്ടി കളിക്കുക. അപ്പോഴാണ് സോൺ ഓപ്പൺ ആയത്. സോണല്ല, മറ്റേ റെഡ് നമ്മളെ പിച്ചിട്ടുള്ള സാധനം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗപ്പ് ചെയ്തു. അങ്ങനെ 270. നല്ല സന്തോഷമായി, കാരണം ഞാനൊരു വൺ ടാപ്പിൽ അവനെ അടിച്ചു വിട്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല സന്തോഷമായി. അപ്പം അതേപോലെ തന്നെ അടുത്ത റൗണ്ട് അവൻ പിന്നെയും പറയുന്നുണ്ട് വെച്ചാൽ അവൻ നല്ല കയറി വന്ന് നല്ല റഷ് ചെയ്യുന്നുണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ സാധാരണ ബാക്കിലൂടെ പോവാറ്. അപ്പോൾ ഇങ്ങനെ റൂമായതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ കൂടെ തന്നെ കയറി ചെന്നു. അപ്പോൾ അവൻ കയറുന്നുണ്ട്. ഞാൻ ഡെസേർട്ട് എടുത്താണ് ജസ്റ്റ് ഒന്ന് അപ്പം നേരത്തെ അടിച്ച അതേപോലെ തന്നെ ഡ്രാഗപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ വെച്ച് നേരെ മേത്തുകല്ലേ, ഞാൻ അത് ഡെസേർട്ട് നല്ല ഡ്രാഗപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നുകൊണ്ട് ഹെഡ് കയറുന്നില്ല. അങ്ങനെ 90 കയറി. അവൻ പിന്നെയും ഗ്ലൂ വാൾ കവർ ചെയ്ത് അതാ നല്ല ഡാമേജ് എനിക്കും തരുന്നുണ്ട്. എനിക്ക് ഗ്ലൂ ഒന്നും ഇടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഗ്ലൂ ഒക്കെ ഒന്നും യൂസ് ചെയ്യണില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചേക്കാണ്. എങ്ങനെ നോക്കിയിട്ടും ഒരു ഹെഡ് കയറുന്നില്ല. അവൻ ഗ്ലൂ ആൾട്ട് കവർ ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ എന്താ അറിയില്ല വെക്കാത്തത്. അങ്ങനെ 3 കളി വിക്ടറി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ 4ാമത്തെ റൗണ്ട്, ലാസ്റ്റ് റൗണ്ടാണിത്. അങ്ങനെ ഇത്ര തന്നെ ഉള്ളൂ നൂബിൻ്റെ കഥ. ഇത്ര കുറച്ചും കൂടി ഉണ്ട്, അപ്പം നിങ്ങളത് കണ്ടുപോവാ. ഈ അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ആദ്യം നൂബാകുമ്പോൾ എല്ലാവരും നമ്മുടെ അവോയ്ഡ് ചെയ്യും, കളിക്കാനൊന്നും ഇറക്കില്ല. കളിക്കാൻ കൂട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ ഒന്നും ആവശ്യമില്ലാതെ വെറുതെ പിരികേറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കളി ഞാൻ വിട്ടടിച്ചിട്ടുണ്ട്. അങ്ങനെ അവനക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു അത്. അപ്പോൾ 2 മാസത്തിന് ശേഷം അവനെ ഈ നൂബെന്ന് വിളിച്ച കളിയാക്കിയവൻ പ്രോയാക്കി എടുത്തു. എന്നിട്ട് അവൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി, അവൻ്റെ കൂടെ എല്ലാ കളിക്കും കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക.